ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. കീം എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റിനാ, ചോദിച്ചു കണ്ടുള്ള മോഡൽ ക്വസ്റ്റിനാ. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 സിമ്പിൾ ക്വസ്റ്റിനാ. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു ബേസിക് ഐഡിയ ഉണ്ട്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഡൊമൈനും റേഞ്ചും കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ത് ചെയ്യും, ഈസി ആയിട്ട് തെറ്റിപ്പോകും. കാരണം 7π/6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. കോസ് ഇൻവേഴ്സും കോസും കൂടെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 7π/6 ആൻസർ എഴുതാൻ നോക്കും. പക്ഷെ എന്താണ്, തെറ്റാണ്. കാരണം എന്താ തെറ്റാവുന്നത്, നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6, കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസൽ ചെയ്ത് 7π/6 ആൻസർ കിട്ടും. പക്ഷേ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എവിടെ കിടക്കുക, കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ 0ക്കും π-ക്കും ഇടയിൽ കിടക്കുക. 0 to π ആണ് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ലൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. 7π/6 എന്ന് പറയുന്ന ആംഗിൾ എവിടെ പോകും, നിങ്ങൾ ആദ്യം അത് ചെക്ക് ചെയ്യണം. π/6 എന്ന് പറഞ്ഞാൽ എത്ര, π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 30 ഡിഗ്രി. അപ്പൊ 7 into 30 എത്ര, 7 into 30 എത്ര, 7 into 30 എന്ന് പറയുമ്പോൾ 210 ഡിഗ്രി വരും. ഓക്കെ, സോ 210 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വരും, ഇവിടെ വരുമ്പോ 180 180ക്ക് മുകളിൽ പോകും. സോ 0 to π-ക്ക് മുകളിലോട്ട് പോയി കളയാം. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഏതായിട്ട് എഴുതാൻ പറ്റത്തില്ല, 7π/6 ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ബേസിക് ഐഡിയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയേ ഉള്ളൂ. 7π/6 കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 എന്ന് പറഞ്ഞാൽ എത്ര, 6π/6ന്റെ കൂടെ 6π/6ന്റെ കൂടെ ഒരു π/6 കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പൊ 7π/6 കിട്ടും. സോ ഈ 6ഉം 6ഉം എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് ഓഫ് ഇത് എന്താവും, കോസ് ഇൻവേഴ്സ് ഓഫ് π പ്ലസ് കോസ് ഓഫ് 180 പ്ലസ് തീറ്റ എന്താ, കോസ് ഓഫ് π പ്ലസ് π/6 എന്താവും. കോസ് ഓഫ് 180 പ്ലസ് തീറ്റ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് π പ്ലസ് തീറ്റ എന്താ, മൈനസ് കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുണ്ട്, മൈനസ് കോസ് തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് π/6 എന്ന് കിട്ടും ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് π/6ന്റെ വാല്യൂ എത്ര, കോസ് 30യുടെ വാല്യൂ എത്ര, കോസ് 30യുടെ വാല്യൂ √3/2 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര, നമുക്കറിയാം. കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആദ്യം മാഗ്നിറ്റ്യൂഡ് നോക്കാം. മാഗ്നിറ്റ്യൂഡ് എത്ര, √3/2. കോസിന്റെ ഏത് വാല്യൂനാ √3/2 കിട്ടുന്നത്, അത് π/6 √3/2 കിട്ടുന്ന വാല്യൂ ഏതാ, π/6. ഇനി കോസിനകത്ത് നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, π - π/6 എന്ന് എഴുതും. എന്ത് എഴുതും, π - π/6. ഈ π - തീറ്റ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്ന ആർക്കൊക്കെയാ, π - തീറ്റ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും നെഗറ്റീവ് വന്നാൽ. ഓക്കെ, അകത്ത് നെഗറ്റീവ് വന്നാൽ π - തീറ്റ എന്ന് ചെയ്യാൻ പറ്റും. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ച് കണ്ടുപിടിക്കുന്ന സാധനമാണ് തീറ്റ എന്ന് പറയുന്നത്. അകത്ത് നെഗറ്റീവ് വന്നാൽ π - തീറ്റ എന്നായിരിക്കണം നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ആർക്കൊക്കെയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സിന്, അതേപോലെ കോട്ട് ഇൻവേഴ്സിന്, അതുപോലെ കോസിന്റെ റെസിപ്രോക്കൽ ആരാ, സീക്ക്. സോ സീക്ക് ഇൻവേഴ്സിന്. സോ ഇവന്മാർക്ക് 3 പേർക്ക് എന്ത് ഉപയോഗിക്കാം, π - തീറ്റ എന്ന് വിളിക്കാം. ഇനി അകത്ത് നെഗറ്റീവ് വന്നാൽ മൈനസ് തീറ്റ എന്ന് വിളിക്കാം. ആർക്കൊക്കെയാ, ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിളിനോട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മൈനസ് തീറ്റ ഉപയോഗിക്കാം. ആർക്കൊക്കെയാ, നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളത് അതല്ലയോ, സൈൻ ഇൻവേഴ്സിനും, അതേപോലെ ടാൻ ഇൻവേഴ്സിനും, അതുപോലെ സൈന്റെ റെസിപ്രോക്കൽ ആരാ, കൊസീക്ക് ഇൻവേഴ്സ്. സോ ഇവന്മാർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മൾ ആ ആംഗിളിന്റെ കൂടെ എന്ത് ഇട്ട് കൊടുത്താൽ മതി, നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ π - π/6 എത്ര, 5π/6. ആൻസർ എന്ത് കിട്ടും, 5π/6 ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ താണ്ടെ ഈ മെത്തേഡ് ഇങ്ങനെ പോകുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാം. നോക്കി, ഇവിടെ ഞാൻ 7π/6 എങ്ങനെ എഴുതി, 6π/6 കൂടെ 5/6 കൂടെ കൂട്ടിയാൽ മതി എന്ന് എഴുതി, ഇല്ലേ? അല്ലെങ്കിൽ എനിക്ക് താണ്ടെ ഇങ്ങനെ എഴുതാം, കോസ് ഇൻവേഴ്സ് ഓഫ് 7π/6 ഞാൻ 12π/6 നിന്ന് 5π/6 എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോഴും എനിക്ക് എന്ത് കിട്ടും, 7π/6 കിട്ടും. അങ്ങനെയാണെങ്കിൽ 12πയും 6ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്, കോസ് ഇൻവേഴ്സ് ഓഫ് 2π - 5π/6 എന്ന് കിട്ടും. ഓക്കെ, സോ കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസൽ ചെയ്യാൻ എനിക്ക് ഡയറക്റ്റ് കോസ് ഓഫ് 2π - തീറ്റ എത്ര, കോസ് ഓഫ് 2π - തീറ്റ, കോസ് ഇൻവേഴ്സ് ഓഫ് 2π - തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ കോസ് തീറ്റ തന്നെയാ. കോസ് ഓഫ് 2π - തീറ്റ എന്ത് തന്നെയാ, കോസ് തീറ്റ തന്നെയാ, 5π/6.
ഓക്കെ, ഡയറക്റ്റ് ഇവിടുന്ന് കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്ത് ആൻസർ 5π/6 എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അറിയണം കോസ് ഓഫ് 2π മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാ. കോസ് ഓഫ് സംതിങ് മൈനസ് കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ, പൈ മൈനസ് തീറ്റ, 2π മൈനസ് തീറ്റ, അതേപോലെ π/2 പ്ലസ് തീറ്റ, π/2 മൈനസ് തീറ്റ. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഓരോന്നിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ NCERT-യിലും പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ?